നമസ്കാരം. എജ്യൂട്രാക്കിൻ്റെ 9ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 1 നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 8ാം ക്ലാസ്സിൽ നിങ്ങൾ സോഷ്യൽ സയൻസ് എല്ലാം ഒരു പുസ്തകമായിട്ടാണ് പഠിച്ചത്. 9ാം ക്ലാസ്സിലെത്തുമ്പോൾ സോഷ്യൽ സയൻസ് 1, സോഷ്യൽ സയൻസ് 2. നമ്മളതിനെ പൊതുവെ അറിയപ്പെടാറ് ഹിസ്റ്ററി, ജിയോഗ്രഫി എന്ന പേരിൽ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിൽ ഹിസ്റ്ററിയിലെ സോഷ്യൽ സയൻസ് 1ലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ അഥവാ മിഡീവൽ വേൾഡ് സെൻറ്റേഴ്സ് ഓഫ് പവേഴ്സ്. ഓക്കെ, നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് മധ്യകാല ലോകം. എന്താണ് മധ്യകാല ലോകം അല്ലെങ്കിൽ മിഡീവൽ വേൾഡ്? ശ്രദ്ധിക്കുക. പൊതുവെ 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് CE 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് പൊതുവെ മധ്യകാല ലോകം അതല്ലെങ്കിൽ മിഡീവൽ വേൾഡ് എന്നറിയപ്പെടുന്നത്. ശ്രദ്ധിക്കുക, മനസ്സിലാവുന്നുണ്ടല്ലോ. മധ്യകാല ലോകം അഥവാ മിഡീവൽ വേൾഡ് എന്നറിയപ്പെടുന്നത് CE 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയാണ്. ശ്രദ്ധിക്കുക, ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ ഒരുപാട് പ്രദേശങ്ങളിൽ ഒട്ടനവധി അധികാര കേന്ദ്രങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ദർ ആർ മെനി സെൻറ്റേഴ്സ് ഓഫ് പവേഴ്സ് എമേർജ്ഡ് ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ് ഇൻ ദ വേൾഡ്. ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക എക്സെട്ര, യൂറോപ്പ് എക്സെട്ര. ഓക്കെ, ഈ പ്രദേശങ്ങളിലൊക്കെ ഒട്ടനവധി രാജ്യങ്ങൾ, വലിയ രാജ്യങ്ങൾ, കുറച്ച് രാജാക്കന്മാർ, അവർ ഭരിച്ചിരുന്ന പ്രവർത്തനങ്ങൾ, ഇങ്ങനെ ഒരുപാട് ചെറിയ അധികാര കേന്ദ്രങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട അക്കാലത്തെ ഏഷ്യയിലും ആഫ്രിക്കയിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഉണ്ടായിരുന്ന ചില അധികാര കേന്ദ്രങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ റോമുണ്ട്, അറേബ്യൻ സാമ്രാജ്യമുണ്ട്, മാലിയുണ്ട്, മംഗോളുണ്ട്, അതുപോലെ ചൈനയുണ്ട്, ജപ്പാനുണ്ട്. ഇങ്ങനെ കുറച്ച് അധികാര കേന്ദ്രങ്ങളെ കുറിച്ചാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കണേ. ഓക്കെ, നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് റോമ സാമ്രാജ്യത്തെക്കുറിച്ചാണ്. പുരാതന ആൻഷ്യൻ്റ് റോമൻ എംപയർ. ശ്രദ്ധിക്കണം, റോമൻ എംപയർ എന്ന് പറയുന്ന എംപയർ അഥവാ റോമ സാമ്രാജ്യം പുരാതന സാമ്രാജ്യങ്ങളിൽ, ലോകത്തിലെ സാമ്രാജ്യങ്ങളിൽ ഏറ്റവും വലിയ സാമ്രാജ്യമാണ്. റോമ സാമ്രാജ്യം പുരാതന സാമ്രാജ്യങ്ങളിൽ വെച്ച്, ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നു ഏത്? റോമ സാമ്രാജ്യം. ആ റോമ സാമ്രാജ്യം വലിയതായപ്പോൾ എന്തു ചെയ്തു? റോമ സാമ്രാജ്യത്തിലൊരു രാജാവായിരുന്നു ഡയോക്ലീഷ്യൻ. ഓർത്തു വെക്കുക കേട്ടോ. റോമ സാമ്രാജ്യത്തിൽ രാജാവിൻ്റെ പേരാണത് ഡയോക്ലീഷ്യൻ. ഡയോക്ലീഷ്യൻ എന്ന് പറയുന്ന രാജാവ് റോമ സാമ്രാജ്യത്തെ രണ്ടായിട്ട് മുറിച്ചു. വലിയ സാമ്രാജ്യ, ഭരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ തലക്കന്ന് ആ തലക്കിലോട്ട് എത്തണം, എത്രയോ ആളുകളെ കൈകാര്യം ചെയ്യണം, അതിനു വേണ്ട സൈന്യം വേണം, ഉദ്യോഗസ്ഥർ വേണം. അപ്പം അതുകൊണ്ട് വലിയ സാമ്രാജ്യമായപ്പോൾ റോമ സാമ്രാജ്യത്തെ ഡയോക്ലീഷ്യൻ എന്ന് പറയുന്ന രാജാവ് എത്രയായിട്ട് തരംതിരിച്ചു? എത്രയായിട്ട് മുറിച്ചു? രണ്ടായിട്ട് മുറിച്ചു. 2 റോമ സാമ്രാജ്യമാക്കി മുറിച്ചു. ഏതൊക്കെയാണ് 2 റോമ സാമ്രാജ്യങ്ങൾ? ഓർത്തോളൂ കേട്ടോ. ഏതൊക്കെയാണ് 2 റോമ സാമ്രാജ്യങ്ങൾ? ഒന്ന്, ഈസ്റ്റേൺ റോമൻ എംപയർ. ഈസ്റ്റേൺ റോമൻ എംപയർ അഥവാ പൗരസ്ത്യ റോമ സാമ്രാജ്യം. എന്താണ്? ഈസ്റ്റേൺ റോമൻ എംപയർ അഥവാ പൗരസ്ത്യ റോമ സാമ്രാജ്യം. ഇനി അതാണ് ഇത് ഒന്നാമത്തത്. ഇനി രണ്ടാമത്തത് ഏതാ റോമ സാമ്രാജ്യം? കേട്ടോളി, വെസ്റ്റേൺ റോമൻ എംപയർ. എന്താ വിളിക്കുക? വെസ്റ്റേൺ റോമൻ എംപയർ അഥവാ എന്ത് വെസ്റ്റേൺ റോമൻ എംപയർ വിളിക്കുക? പാശ്ചാത്യ റോമ സാമ്രാജ്യം. ഓർത്തു വെക്കുക, റോമ സാമ്രാജ്യം വളരെ വലിപ്പമുള്ള സാമ്രാജ്യമായി മാറിയപ്പോൾ നമ്മുടെ ഡയോക്ലീഷ്യൻ എന്ന് പറയുന്ന രാജാവ് എന്നാ അത് മുറിച്ചത് എന്നറിയോ? 4ാം നൂറ്റാണ്ട്. എന്നാണ്?
4-ാം നൂറ്റാണ്ട്, CE 4-ാം നൂറ്റാണ്ടിലാണ് നമ്മുടെ ഡയോക്ലീഷ്യൻ എന്ന് പറയുന്ന രാജാവ് റോമാ സാമ്രാജ്യത്തെ രണ്ടായിട്ട് മുറിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന്, ഈസ്റ്റേൺ റോമൻ എംപയർ അഥവാ പൗരസ്ത്യ റോമാ സാമ്രാജ്യം. രണ്ട്, വെസ്റ്റേൺ റോമൻ എംപയർ അഥവാ പാശ്ചാത്യ റോമാ സാമ്രാജ്യം. ഇവയുടെ തലസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ തലസ്ഥാനമാണ്, അതിൻ്റെ തലസ്ഥാനത്ത് വിളിക്കുന്ന പേരാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. എന്താ വിളിക്കുക? കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിൾ. ആ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന പ്രദേശത്തിന് പണ്ട് വിളിച്ചിരുന്ന പേരാണ് ബൈസാൻഡിയം. ഇംഗ്ലീഷിലും തന്നെയാണ് കേട്ടോ. പുസ്തകം നന്നായിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യണം? സ്പെല്ലിങ് കണ്ടെത്തിയിട്ട് കൃത്യമായിട്ട് എഴുതാൻ പഠിക്കണം. അപ്പോൾ ഈസ്റ്റേൺ റോമൻ എംപയർ അഥവാ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. അതിൻ്റെ പഴയ പേരാണെന്ത്? ബൈസാൻഡിയം. ഈ സാമ്രാജ്യത്തെ, ഈസ്റ്റേൺ റോമൻ എംപയറിനെ ബൈസാൻഡിയം എംപയർ അഥവാ ബൈസാൻഡിയം രാജ്യം, സാമ്രാജ്യം എന്നും വിളിക്കാറുണ്ട്. ഇനി വെസ്റ്റേൺ റോമൻ എംപയർ അഥവാ പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? വെരി ഈസി, റോം. ഏതാണ്? റോം. ഏതാണ്? റോം. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഓർത്തു വെക്കുക. ഒന്നും കൂടെ പറയുകയാണ്. ഡയോക്ലീഷ്യൻ 4-ാം നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യത്തെ, വലിയ റോമാ സാമ്രാജ്യത്തെ ടിഷ്യൂവും രണ്ടായിട്ട് മുറിക്കുന്നു. എത്രയായിട്ട് മുറിക്കുന്നു? രണ്ടായിട്ട് മുറിക്കുന്നു. ഒന്ന്, ഈസ്റ്റേൺ റോമൻ എംപയർ അഥവാ പൗരസ്ത്യ റോമാ സാമ്രാജ്യം, തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ. ആ തലസ്ഥാനത്തിൻ്റെ പഴയ പേരാണ് ബൈസാൻഡിയം. അതുകൊണ്ട് ഈ സാമ്രാജ്യത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബൈസാൻഡൈൻ സാമ്രാജ്യം അല്ലെങ്കിൽ ബൈസാൻഡൈൻ എംപയർ. രണ്ടാമതായിട്ട് മുറിച്ചത് വെസ്റ്റേൺ റോമൻ എംപയർ ആണ്. അതിനെ പാശ്ചാത്യ റോമാ സാമ്രാജ്യം എന്ന് വിളിക്കുന്നു. അതിൻ്റെ തലസ്ഥാനം റോമാണ്. ക്ലിയർ ആണല്ലോ ഇതുവരെയുള്ളത്? ഇനി നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് സാമ്രാജ്യങ്ങളും പ്രത്യേകമായിട്ട് പഠിക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഈസ്റ്റേൺ റോമൻ എംപയർ അഥവാ പൗരസ്ത്യ റോമാ സാമ്രാജ്യമാണ്. ഓക്കെ വിദ്യാർത്ഥികളെ, ഇനി പൗരസ്ത്യ റോമാ സാമ്രാജ്യം എന്താണ്? പൗരസ്ത്യ റോമാ സാമ്രാജ്യം, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ, ആരാണ് പ്രധാനപ്പെട്ട രാജാവ് എന്നൊക്കെയാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈസ്റ്റേൺ റോമൻ എംപയർ. ഈസ്റ്റേൺ റോമൻ എംപയർ അഥവാ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവ് എന്ന് പറയുന്നത് ആരാണെന്ന് അറിയാം? ദ മോസ്റ്റ് ഫേമസ് കിങ് ഓർ എംപറർ ഇൻ ഈസ്റ്റേൺ റോമൻ എംപയർ വാസ് ജസ്റ്റീനിയൻ. എന്താണ് അയാളുടെ പേര്? ജസ്റ്റീനിയൻ. നല്ല ദമ്മുള്ള ആളേനു കേട്ടോ, നോക്കിക്കോളി. ജസ്റ്റീനിയൻ. എന്താണ്? ജസ്റ്റീനിയൻ. ഈസ്റ്റേൺ റോമൻ എംപയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവാണ് ജസ്റ്റീനിയൻ. നല്ല സൂപ്പറായിട്ടുള്ള ഭരണാധികാരിയാണ്, നല്ല ഉഷാറായിട്ടുള്ള ഭരണം, നല്ല ചങ്കുറപ്പുള്ള, കുറേ രാജ്യങ്ങളൊക്കെ വെട്ടിപ്പിടിച്ച, രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഭരണാധികാരിയാണ് ആര്? ജസ്റ്റീനിയൻ. എന്തൊക്കെയാണ് ജസ്റ്റീനിയൻ്റെ പ്രധാനപ്പെട്ട സംഭാവനകൾ എന്തൊക്കെയാണ് നോക്കാം. ശ്രദ്ധിച്ചോളി. ജസ്റ്റീനിയൻ എന്ന് പറയുന്ന രാജാവ് ചെയ്ത ഏറ്റവും വലിയൊരു സംഭാവന, ഹി കോഡിഫൈഡ് ഓൾ എക്സിസ്റ്റഡ് റോമൻ ലോസ്. റോമിൽ അന്ന് നിലവിലുള്ള നിയമങ്ങളൊക്കെ അദ്ദേഹം എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഒരു പുസ്തകത്തിലാക്കി മാറ്റി. അഥവാ ശ്രദ്ധിക്കണം, അദ്ദേഹം എന്താ ചെയ്തത്? റോമിൽ കുറേ നിയമങ്ങൾ അന്നുണ്ട്, പക്ഷെ അത് എവിടെയെങ്കിലും എഴുതി വെക്കേ അതല്ലെങ്കിൽ അത് കൃത്യമായിട്ട് പാലിക്കുകയൊന്നും ചെയ്തിരുന്നില്ല. ജസ്റ്റീനിയൻ എന്ത് ചെയ്തു? ഹി കോഡിഫൈഡ്, ക്രോഡീകരിച്ചു. എന്ത്? ഓൾ എക്സിസ്റ്റഡ് റോമൻ ലോസ്. റോമിൽ നിലവിലുണ്ടായിരുന്ന എല്ലാ നിയമങ്ങളും കൂടിയിട്ട് അദ്ദേഹം അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ചു, ഒന്നാക്കി മാറ്റി. മനസ്സിലാവുണ്ടല്ലോ? ബേസ്ഡ് ഓൺ 3 മാറ്റേഴ്സ്, 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ചെയ്തത്. ആ കാര്യങ്ങളെ നമ്മുടെ ഈ ജസ്റ്റീനിയൻ്റെ ഈ നിയമങ്ങൾ എന്ത് ചെയ്തത്? ക്രോഡീകരിച്ചത്. എന്തൊക്കെയാണ്? ഒന്ന്, യുക്തി. രണ്ടെന്ന് ശ്രദ്ധിക്കണം കേട്ടോ, കൃത്യമായിട്ട് എഴുതിയെടുക്കാൻ ശ്രമിക്കണേ. 1 യുക്തി, 2 നീതി, 3 ഉദാരത. ശ്രദ്ധിക്കുക, ജസ്റ്റീനിയൻ അദ്ദേഹത്തിന്റെ നിയമങ്ങൾ ക്രോഡീകരിച്ചത് 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. 1 യുക്തി, 2 നീതി, 3 ഉദാരത. ഏതൊക്കെയാണ്? യുക്തി, നീതി, ഉദാരത. ഇംഗ്ലീഷിൽ റീസണിങ്,
ജസ്റ്റിസ്, അതുപോലെ ജനറോസിറ്റി. ജനറോസിറ്റി എന്ന് പറഞ്ഞാൽ ഉദാരത. അപ്പം 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റീനിയൻ എന്ന് പറയുന്ന രാജാവ് അവിടെ ഉണ്ടായിരുന്ന നിയമങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്തത്. ഹി കോഡിഫൈഡ് ഓൾ എക്സിസ്റ്റഡ് റോമൻ എംപയർ. റോമൻ എംപയർ ലോസ്. റോമൻ എംപയറിൽ ഉണ്ടായിരുന്ന നിയമങ്ങളെല്ലാം അദ്ദേഹം ക്രോഡീകരിച്ച് ഒന്നാക്കി മാറ്റി. ഹി കോഡിഫൈഡ് ഓൾ എക്സിസ്റ്റഡ് റോമൻ ലോസ്. റോമൻ എംപയറിൽ ഉണ്ടായിരുന്ന എല്ലാ നിയമങ്ങളും അദ്ദേഹം ക്രോഡീകരിച്ച് ഒന്നാക്കി മാറ്റി. ആ ക്രോഡീകരിച്ച് ഒന്നാക്കി മാറ്റിയ ആ ഒരു നിയമ സംഹിതയെ പറയുന്ന പേരാണ് കോർപ്പസ് ജൂറിസ് സിവിൽസ്. കോർപ്പസ് ജൂറിസ് സിവിൽസ്. ഇംഗ്ലീഷ് മീഡിയത്തിൽ അങ്ങനെ തന്നെ പറയട്ടോ, കോർപ്പസ് ജൂറിസ് സിവിൽസ്. അപ്പോൾ ഈ കോർപ്പസ് ജൂറിസ് സിവിൽസ് അദ്ദേഹം തയ്യാറാക്കിയത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഹി പ്രിപ്പേർഡ് കോർപ്പസ് ജൂറിസ് സിവിൽസ് ഓൺ ദി ബേസിസ് ഓഫ് 3 മാറ്റേഴ്സ്. ഏതൊക്കെയാണ് 3 മാറ്റേഴ്സ്? ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? 1 യുക്തി, 2 നീതി, 3 ഉദാരത. ഇംഗ്ലീഷ് മീഡിയം നോക്കാം. 1 റീസണിങ്, 2 ജസ്റ്റിസ്, 3 ജനറോസിറ്റി, ഉദാരത. ഈ 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായിട്ടും ആര് ചെയ്തത്? നമ്മുടെ ജസ്റ്റീനിയൻ അദ്ദേഹത്തിൻ്റെ നിയമങ്ങൾ എന്ത് ചെയ്തത്? ഒരുമിപ്പിച്ചത്. ഇനി ഈ നിയമങ്ങൾ പിന്നീട് ഭയങ്കര ഫേമസ് ആയി. നമ്മുടെ നെപ്പോളിയൻ എന്ന് പറയുന്ന രാജാവൊക്കെ ഉണ്ടായിരുന്നു. ഈ നെപ്പോളിയൻ എന്ന് പറയുന്ന രാജാവ് വരെ എന്ത് ചെയ്തു? നമ്മുടെ ജസ്റ്റീനിയൻ്റെ നിയമം കോപ്പി അടിച്ചു. അദ്ദേഹം അതുപോലെ പകർത്തിയെടുക്കുകയുണ്ടായി. അത്രത്തോളം ഫേമസ് ആയിട്ടുള്ള ഒന്നായിരുന്നു ജസ്റ്റീനിയൻ്റെ നിയമസംഹിതയുടെ പേര് ഓർത്തു വെക്കുക. എന്താണ്? കോർപ്പസ് ജൂറിസ് സിവിൽസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. കോർപ്പസ് ജൂറിസ് സിവിൽസ് ബേസ്ഡ് ഓൺ 3 മാറ്റേഴ്സ്: റീസണിങ്, ജസ്റ്റിസ്, ജനറോസിറ്റി. യുക്തി, നീതി, ഉദാരത. ഓക്കെ, ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ കോർപ്പസ് ജൂറിസ് സിവിൽസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. നോക്കിയല്ലേ? റെഡി അല്ലേ? നോട്ട് ബുക്കിൽ എഴുതണം കേട്ടോ, പുസ്തകം നന്നായിട്ട് എടുത്ത് വായിക്കണം. ശരിയാണല്ലോ? നോക്കിക്കോളി. എന്തൊക്കെയാണ് കോർപ്പസ് ജൂറിസ് സിവിൽസിൽ പറയുന്നത് നോക്കാം. കോർപ്പസ് ജൂറിസ് സിവിൽസിനെ പ്രധാനമായിട്ട് 3 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. 1 കോഡ്, 2 ഡൈജസ്റ്റ്, 3 ഇൻസ്റ്റിറ്റ്യൂട്ട്. മനസ്സിലാവുണ്ടല്ലോ? 3 ആയിട്ട് തരംതിരിക്കുന്നു. 1 കോഡ്, 2 ഡൈജസ്റ്റ്, 3 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നായിട്ട് തരംതിരിക്കുന്നു. എന്തൊക്കെയാണ് ഇവ 3? ശ്രദ്ധിച്ചോളൂ. കോഡ് എന്ന് പറഞ്ഞാൽ നിയമഗ്രന്ഥമാണ്. അഥവാ റോമാ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന എല്ലാ നിയമങ്ങളും കൂടി ചേർത്ത നിയമങ്ങൾ അടങ്ങിയ ഗ്രന്ഥമാണെന്ത്? ഏത്? നമ്മുടെ ഈ കോഡ് എന്ന് പറയുന്നത്. ദ ബുക്ക് കണ്ടെയ്നിങ് ദ ലോസ് പ്രിവൈൽഡ് ഇൻ ദ റോമൻ എംപയർ. ഓക്കെ, എന്നാൽ എന്താണ് ഡൈജസ്റ്റ്? ഡൈജസ്റ്റ് എന്ന് പറഞ്ഞാൽ നിയമങ്ങളെക്കുറിച്ച്, റോമിൽ നിലവിലുണ്ടായിരുന്ന ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെക്കുറിച്ച് അവിടുത്തെ പണ്ഡിതന്മാർ പറഞ്ഞ ഒരുപാട് അഭിപ്രായങ്ങൾ, ഒപ്പീനിയൻസ് ഓഫ് ലോ സ്കോളേഴ്സ്, ലോനെ കുറിച്ച് അറിയുന്ന നല്ല ബുദ്ധിയുള്ള ആളുകൾ പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായങ്ങളാണ് എന്തുള്ളത്? ഡൈജസ്റ്റിലുള്ളത്. ദ ബുക്ക് വിച്ച് റെക്കോർഡ്സ് ദ ഒപ്പീനിയൻസ് ഓഫ് ദ ജൂറിസ്റ്റ് റിഗാർഡിംഗ് ദ ലോസ്. ക്ലിയർ ആണല്ലോ? ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട്? ഒരു ചെറിയ പുസ്തകം. അതിലെന്താണുള്ളത്? നിയമം പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കിയ ചെറിയ പുസ്തകമാണെന്ത്? ഇൻസ്റ്റിറ്റ്യൂട്ട്. മനസ്സിലാവുണ്ടല്ലോ? നിയമം പഠിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ചെറിയ പുസ്തകമാണെന്ത്? ഇൻസ്റ്റിറ്റ്യൂട്ട്. ദ സ്മോൾ ബുക്ക് ഇൻറ്റൻഡഡ് ഫോർ ദ സ്റ്റഡി ഓഫ് ലോ. ലോയുടെ സ്റ്റഡിക്ക് വേണ്ടി, പഠനത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ത്? ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ കോർപ്പസ് ജൂറിസ് സിവിൽസിനെ 3 ആയി തരംതിരിക്കുന്നു. ദ കോഡ്, ദ ഡൈജസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട്. കോഡ്, ഡൈജസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഇത് 3ഉം നന്നായിട്ട് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, നമ്മൾ അപ്പോൾ കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ ജസ്റ്റീനിയൻ എന്ന് പറയുന്ന ഭരണാധികാരിക്ക് ശേഷം നല്ല ശക്തരായ ഭരണാധികാരികളൊന്നും റോമാ സാമ്രാജ്യത്തിൽ ഉയർന്നു വന്നില്ല എന്ന് മാത്രമല്ല, മെല്ലെ ഈ ഈസ്റ്റേൺ റോമൻ എംപയർ അഥവാ പൗരസ്ത്യ റോമാ സാമ്രാജ്യം തകരാനും തുടങ്ങി.
മനസ്സിലാവുന്നുണ്ടല്ലോ, തകരാനും തുടങ്ങി. മാത്രമല്ല 15-ാം നൂറ്റാണ്ടിൽ ഇവരുടെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇവരുടെ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചടക്കിയതോടുകൂടി ഈ സാമ്രാജ്യം ഇല്ലാതെയായി. മനസ്സിലാവുണ്ടല്ലോ. അതോടുകൂടി റോമ സാമ്രാജ്യത്തിലെ ഒന്നാമത്തെ ഭാഗമായിട്ടുള്ള പൗരസ്ത്യ റോമ സാമ്രാജ്യം അഥവാ ഈസ്റ്റേൺ റോമൻ എംപയർ ഇല്ലാതായിട്ട് മാറി. ഓക്കെ, ഈ ഭാഗം കഴിഞ്ഞു. ഓക്കെ, യെസ്. അടുത്ത ടോപ്പിക്കാണ്, ശ്രദ്ധിക്കുക, ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ പാഠത്തിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് വിശുദ്ധ റോമ സാമ്രാജ്യം അഥവാ ഹോളി റോമൻ എംപയർ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ ഈസ്റ്റേൺ റോമൻ എംപയറും വെസ്റ്റേൺ റോമൻ എംപയറും പറഞ്ഞിരുന്നല്ലോ. അതിൽ നമ്മുടെ വെസ്റ്റേൺ റോമൻ എംപയർ ആ ഭാഗം തന്നെയാണ് കേട്ടോ ഇത്, ശ്രദ്ധിക്കണം, അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്നതാണ്. ഈ വെസ്റ്റേൺ റോമൻ എംപയറിൽ ഒരുപാട് ജർമാനിക് ട്രൈബ്സ് അഥവാ ജർമ്മനിയിലെ കുറേ ഗോത്രങ്ങൾ, ജർമാനിക് ട്രൈബ്സ് അഥവാ ജർമ്മൻ ഗോത്രങ്ങൾ ഈ വെസ്റ്റേൺ റോമൻ എംപയറിനെ കുറേ അറ്റാക്ക് നടത്തുകയും ഇതിൻ്റെ കുറേ പ്രദേശങ്ങൾ ആ ജർമ്മനിയിലെ ഗോത്രങ്ങൾ പിടിച്ചടക്കുകയും ചെയ്തു. അപ്പം ഒന്നുകൂടെ ഓർത്ത് വെക്കട്ടോ, ഈസ്റ്റേണും വെസ്റ്റേണും റോമൻ എംപയർ ഉണ്ടായിരുന്നു. ഈസ്റ്റേൺ നമ്മൾ പറഞ്ഞതാണ്, ജസ്റ്റീനിയനൊക്കെ പറഞ്ഞു. ഈ വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ചരിത്രമാണ് ഇനി പറയുന്നത്. ആ വെസ്റ്റേൺ റോമൻ എംപയർ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ജർമ്മനിയിലെ കുറേ ഗോത്രങ്ങൾ വരികയും അഥവാ ജർമാനിക് ട്രൈബ്സ് എന്നാ പറയുക, അവർ വന്നിട്ട് വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ കുറേ പ്രദേശങ്ങൾ കൈയടക്കി, ക്യാപ്ചേർഡ് ദ മെനി റീജിയൻസ് ഓഫ് വെസ്റ്റേൺ റോമൻ എംപയർ. അക്കൂട്ടത്തിൽ ആ വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ പ്രദേശങ്ങൾ കൈയടക്കിയവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ട്രൈബ്സ് ഗോത്രവർഗക്കാരായിരുന്നു ഫ്രാങ്കുകൾ. ഫ്രാങ്ക്സ് എന്ന് പറയും. മനസ്സിലാവുണ്ടല്ലോ, അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായിരുന്നു ഫ്രാങ്കുകൾ അഥവാ ഫ്രാങ്ക്സ്. മനസ്സിലാവുണ്ടല്ലോ, അവരാണ് പിന്നീട് വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ഏരിയകൾ ഭൂരിഭാഗവും ഭരിക്കുന്നത്. അവരാണ് പിന്നീട് വലിയ സാമ്രാജ്യ ശക്തികളായിട്ട് ഉയർന്നു വരുന്നത്. ഒരുപാട് ജർമാനിക് ഗോത്രങ്ങൾ, ആ ജർമ്മനിയിലെ ഗോത്രങ്ങൾ വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ കുറേ പ്രദേശങ്ങൾ കൈയടക്കി. അതിലേറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അമംഗ് ദം വാസ് ഫ്രാങ്ക്സ്. മനസ്സിലാവുന്നില്ല, അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് ഫ്രാങ്കുകൾ. ഈ ഫ്രാങ്കുകൾ ഉണ്ടാക്കിയ സാമ്രാജ്യമാണ് ഫ്രാങ്കിഷ് എംപയർ. അവരുണ്ടാക്കിയ സാമ്രാജ്യത്തെ വിളിക്കുന്ന പേരാണ് ഫ്രാങ്കിഷ് എംപയർ. ഫ്രാങ്കിഷ് എംപയർ അല്ലെങ്കിൽ ഫ്രാങ്കിഷ് സാമ്രാജ്യം. എന്താണ്? ഫ്രാങ്കിഷ് എംപയർ അല്ലെങ്കിൽ ഫ്രാങ്കിഷ് സാമ്രാജ്യം. മനസ്സിലാവുണ്ടല്ലോ. യെസ്, ഇവരുടെ കൂട്ടത്തിൽ ഈ ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് കരോലിഞ്ചിയൻ വംശജനാണ്. അദ്ദേഹത്തിൻ്റെ വംശത്തിൻ്റെ പേര് കരോലിഞ്ചിയൻ. എന്താ രാജാവിൻ്റെ പേര്? കേട്ടോളി, ഷാലമീൻ. ഷാലമീൻ. കുറേ മീനാളെ പേരുകൾ കേട്ടാണ്. മത്തി, അയില, ചാള, തള എന്നൊക്കെ പറഞ്ഞ്, കോര എന്നൊക്കെ പറഞ്ഞ് കുറേ മീനാണ് പേരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ മീനാണെന്ന് വിചാരിക്കരുത്. വളരെ ഫേമസ് ആയിട്ടുള്ള ആരാണ്? ഒരു രാജാവിൻ്റെ പേര്. അങ്ങനെ തന്നെ പഠിക്കുക, ഷാലമീൻ. ഇംഗ്ലീഷ് മീഡിയത്തിൽ ശ്രദ്ധിക്കണേ, ഇംഗ്ലീഷ് മീഡിയത്തിൽ ശ്രദ്ധിക്കണേ, എഴുതുമ്പോൾ ചാർലമാഗ്നെ എന്നൊക്കെ എഴുതും. പുസ്തകത്തിൽ നോക്കുമ്പോൾ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കിങ് എമംഗ് വാസ് ചാർലമാഗ്നെ വായിക്കരുത്. ഷാലമീൻ എന്നാണ് വായിക്കുക. ജർമ്മനിയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. മനസ്സിലാവുണ്ടല്ലോ. ഷാലമീൻ എന്നാണ് വായിക്കുക, ചാർലമാഗ്നെ എന്ന് വായിക്കരുത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഫ്രാങ്കിഷ് രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവാണ് കരോലിഞ്ചിയൻ വംശജനായിട്ടുള്ള കരോലിഞ്ചിയന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള ഷാലമീൻ. മനസ്സിലാവുണ്ടല്ലോ, ആരാണ്? ഷാലമീൻ. ഇദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ ഈ പ്രദേശങ്ങളിൽ, ഈ ഫ്രാങ്കിഷ് എംപയറിൽ, ഈ വെസ്റ്റേൺ റോമൻ സാമ്രാജ്യം നിലനിന്നിരുന്ന പ്രദേശത്ത് ഒരുപാട് കോൺട്രിബ്യൂഷൻസ്, ഒരുപാട് സംഭാവനകൾ ആര് നൽകിയിട്ടുണ്ട്? നമ്മുടെ ഷാലമീൻ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? അതിനു മുമ്പ് വേറൊരു സംഭവം നടക്കുന്നുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ ഹെഡിങ് ഒക്കെ ഇങ്ങനെ നോക്കി, നിങ്ങൾ ഹോളി റോമൻ എംപയർ, വിശുദ്ധ റോമ സാമ്രാജ്യം. അപ്പോൾ ഇതും തമ്മിൽ എന്താ ബന്ധം? കേട്ടോളി. എങ്ങനെയാണ് ഹോളി റോമൻ എംപയർ അല്ലെങ്കിൽ വിശുദ്ധ റോമ സാമ്രാജ്യം എന്ന ഹെഡിങ് വരാൻ കാരണം? നോക്കിക്കോളി, നന്നായിട്ട് ശ്രദ്ധിക്കണേ. ശ്രദ്ധിക്കാം,
നമ്മൾ ഈ ഫ്രാങ്കിഷ് എംപയർ അഥവാ ഫ്രാങ്കിഷ് എംപയറിലെ രാജാവായിരുന്ന കരോലിഞ്ചിയൻ വംശജനായ ഷാലമീൻ എന്ത് ചെയ്തു എന്നറിയോ? അവിടെ കത്തോലിക്ക വിഭാഗത്തിൻ്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു, പോപ്പ് ലിയോ തേർഡ് അഥവാ പോപ്പ് ലിയോ മൂന്നാമൻ. ശ്രദ്ധിക്കണം, കത്തോലിക്ക എന്ന് പറഞ്ഞാൽ അന്നത്തെ ക്രിസ്ത്യൻ മതത്തിൻ്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവ്, മത നേതാവാണ് ആര്? കത്തോലിക്ക സഭ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധനായ ആളാണ് പോപ്പ് ലിയോ തേർഡ് അഥവാ പോപ്പ് ലിയോ മൂന്നാമൻ. ഈ പോപ്പ് ലിയോ മൂന്നാമനെ ലംബാർഡുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, ലംബാർഡുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം പോപ്പ് ലിയോ മൂന്നാമനെ ആക്രമിക്കാൻ വന്നു, കീഴ്പ്പെടുത്താൻ വന്നു, ആക്രമിക്കാൻ വന്നു. ആ സമയത്ത് ഈ പോപ്പ് ലിയോ മൂന്നാമനെ സേഫ് ചെയ്ത, രക്ഷിച്ച ആളാണ് ആര്? നമ്മുടെ ഷാലമീൻ. കിട്ടിയോ? ഒന്നുകൂടെ ശ്രദ്ധിക്കുക. കത്തോലിക്ക സഭയുടെ ക്രിസ്ത്യൻ മതമേധാവിയായിരുന്ന പോപ്പ് ലിയോ തേർഡിനെ ആരാണ് ആക്രമിക്കാൻ വന്നത്? ലംബാർഡുകൾ ട്രൈ ടു അറ്റാക്ക് ദ പോപ്പ് ലിയോ തേർഡ് ഓഫ് കത്തോലിക്ക ചർച്ച്. Then ഷാലമീൻ സേവ്ഡ് ദം. അവരെ ആരാ രക്ഷിച്ചത്? ഷാലമീനാണ് രക്ഷിച്ചത്. അപ്പൊ ഷാലമീൻ ഇവരെ രക്ഷിച്ചത് കൊണ്ട്, ഈ ഒരു വലിയ മത നേതാവിനെ രക്ഷിച്ചത് കൊണ്ട് ഷാലമീനെ പോപ്പ് ഒരു പേരിട്ട് കൊടുത്തു, വിശുദ്ധ രാജാവ്, വിശുദ്ധ എംപറർ, ഹോളി എംപറർ, വിശുദ്ധ സാമ്രാജ്യ നായകൻ, വിശുദ്ധ രാജാവ് എന്ന പേരിലേക്ക് വിളിക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് ഈ ഫ്രാങ്കിഷ് എംപയർ അല്ലെങ്കിൽ വെസ്റ്റേൺ റോമൻ എംപയർ നിലനിന്നിരുന്ന ആ പ്രദേശത്തിലെ രാജാവിനെയും രാജ്യത്തെയും എന്ത് പേരിൽ വിളിക്കാൻ തുടങ്ങിയത്? വിശുദ്ധ റോമാ സാമ്രാജ്യം, അതല്ലെങ്കിൽ ഹോളി റോമൻ എംപയർ. പോപ്പ് ലിയോ മൂന്നാമനെ ലംബാർഡുകൾ ആക്രമിക്കാൻ വന്നപ്പോൾ നമ്മുടെ ഷാലമീൻ രക്ഷിച്ചത് കൊണ്ട് ഷാലമീന് സുന്ദരമായ ഒരു പേര് നമ്മുടെ പോപ്പ് ഇട്ട് കൊടുത്തു. ആ പോപ്പ് ഇട്ട് കൊടുത്ത പേരാണ് വിശുദ്ധ രാജാവ് അല്ലെങ്കിൽ ഹോളി എംപറർ. അതിനുശേഷം അദ്ദേഹം ഭരിച്ചിരുന്ന ആ രാജ്യത്തെ വിളിച്ചിരുന്ന പേര് എന്തായിട്ട് മാറി? വിശുദ്ധ റോമാ സാമ്രാജ്യം, അതല്ലെങ്കിൽ ഹോളി റോമൻ എംപയർ എന്നായിട്ട് മാറി. ഇനി ശ്രദ്ധിക്കാം, എന്തൊക്കെയാണ് നമ്മുടെ ഷാലമീൻ എന്ന് പറയുന്ന വിശുദ്ധനായ രാജാവിൻ്റെ കോൺട്രിബ്യൂഷൻസ്, സംഭാവനകൾ. ഒരുപാട് സംഭാവനകൾ, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയാണ് ആര്? നമ്മുടെ ഈ ഷാലമീൻ എന്ന് പറയുന്ന രാജാവ്. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നോക്കാം. മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഓഫ് ഷാലമീൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്. നോട്ട് ബുക്ക് എടുത്തിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പോയിന്റ് ആക്കിയിട്ട് കൃത്യമായിട്ട് എഴുതണം. പലപ്പോഴും ചോദിക്കാറുണ്ട് എന്തൊക്കെയാണ് ഷാലമീൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഓഫ് ഷാലമീൻ എന്തൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്, മലയാളവും ഞാൻ കൂടെ പറയുന്നുണ്ട്. മലയാളം മീഡിയം വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ മലയാളം ഞാൻ പറയുന്നുണ്ട്, അതെന്ത് ചെയ്യുക? പോസ് ചെയ്തിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? എഴുതിയെടുക്കണം നിർബന്ധമായിട്ടും. ഓക്കെ, ശ്രദ്ധിച്ചോളി. എന്തൊക്കെയാണ് ഷാലമീൻ എന്ന് പറയുന്ന പ്രശസ്തനായ വിശുദ്ധ ഭരണാധികാരിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ക്യാപ്ചേർഡ് ഓൾമോസ്റ്റ് പാർട്ട് ഓഫ് വെസ്റ്റേൺ യൂറോപ്പിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും ആര് കീഴടക്കി? നമ്മുടെ ഷാലമീൻ കീഴടക്കി. ക്യാപ്ചേർഡ് ഓൾമോസ്റ്റ് പാർട്ട് ഓഫ് വെസ്റ്റേൺ യൂറോപ്പിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും ഷാലമീൻ കീഴടക്കി. ഒന്ന്. രണ്ട്, പൊളിറ്റിക്കൽ അലയൻസസ് ആൻഡ് മാട്രിമോണിയൽ റിലേഷൻഷിപ്പ്. അദ്ദേഹത്തിൻ്റെ ഭരണതന്ത്രം എന്താണെന്നറിയോ? അദ്ദേഹം ഒരു ശത്രു രാജ്യത്തെ കീഴ്പ്പെടുത്താൻ ഉപയോഗിക്കുന്ന രണ്ട് തന്ത്രങ്ങളാണ്, സ്ട്രാറ്റജീസ് എന്ന് പറയാം. രണ്ട് തന്ത്രങ്ങൾ എന്തൊക്കെ? പൊളിറ്റിക്കൽ അലയൻസ്, ഒരു രാജ്യമെങ്ങാനും ശത്രുവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ സഖ്യം, ആ രാജ്യവുമായിട്ടാണ് സൗഹൃദത്തിലാവുക. എന്നിട്ട് എന്ത് ചെയ്യുക? അവരുടെ നല്ല ബന്ധമാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ നിന്ന് അക്രമം വരൂല. അപ്പോൾ ഒരു ട്രിക്കാണ് പൊളിറ്റിക്കൽ അലയൻസസ് അഥവാ രാഷ്ട്രീയ സഖ്യങ്ങൾ. മറ്റെന്താണ്? മാട്രിമോണിയൽ റിലേഷൻഷിപ്പ്, വിവാഹം കഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് തൊട്ടപ്പുറത്തെ വലിയ രാജ്യമാണ്, ആ രാജ്യവുമായിട്ട് ഈ രാജ്യത്തിന് നല്ല ബന്ധം വേണമെന്ന് വിചാരിക്കുകയാണ്. അപ്പം എന്ത് ചെയ്യാണ്? ഇവിടുത്തെ രാജകുമാരിയെ അവിടുത്തെ രാജകുമാരന് വിവാഹം കഴിച്ചു കൊടുക്കുന്നു.
അതല്ലെങ്കിൽ ഇവിടുത്തെ രാജകുമാരൻ അവിടുത്തെ രാജകുമാരിയെ വിവാഹം കഴിക്കുന്നു, അതല്ലെങ്കിൽ സ്വന്തം രാജാവ് തന്നെ അവിടുത്തെ വേറൊരു കുമാരിയെ വിവാഹം കഴിക്കുന്നു. ഇങ്ങനെ മാട്രിമോണിയൽ റിലേഷൻഷിപ്പ് മനസ്സിലാവുണ്ടല്ലോ, വൈവാഹിക ബന്ധത്തിലൂടെ എന്ത് ചെയ്യുന്നു, അദ്ദേഹം ഇതാക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, രാഷ്ട്രീയ സഖ്യത്തിലൂടെയും വൈവാഹിക ബന്ധത്തിലൂടെയും സാമ്രാജ്യം വലുതാക്കി. ഹി എന്ത് ചെയ്തത്, ഹി യൂസ്ഡ് ടു സ്ട്രാറ്റജീസ്. എന്തൊക്കെയാണ്? പൊളിറ്റിക്കൽ അലയൻസസ് ആൻഡ് മാട്രിമോണിയൽ റിലേഷൻഷിപ്പ്. 3 റീജിയണൽ അഡ്മിനിസ്ട്രേഷൻ, പ്രാദേശിക ഭരണം. അന്ന് പ്രാദേശിക ഭരണം ഉണ്ടായിരുന്നു. ആ ഭരണം നടത്താൻ വേണ്ടി അപ്പോയിന്റഡ് കൗൺസ് ഫോർ റൂൾ. അവരെ ആ ഭരണം നടത്താൻ വേണ്ടി അപ്പോയിന്റ് ചെയ്ത ആളുകൾ വിളിക്കുന്ന പേരാണ് കൗൺസ്, അതല്ലെങ്കിൽ കൗണ്ടുകൾ. മലയാളത്തിൽ കൗണ്ടുകൾ, ഇംഗ്ലീഷിൽ കൗൺസ്. എന്തിനു വേണ്ടി? പ്രാദേശിക ഭരണം നിർവഹിക്കാൻ വേണ്ടി കൗണ്ടുകൾ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു. പ്രാദേശിക ഭരണം നിർവഹിക്കാൻ വേണ്ടി കൗണ്ടുകൾ എന്ന് പറയുന്ന ഭരണാധികാരികളെ നിയമിച്ചു. ഫോർ റീജിയണൽ അഡ്മിനിസ്ട്രേഷൻ കിങ് അപ്പോയിന്റഡ് കൗൺസ് ഫോർ റൂൾ, ഭരണത്തിന് വേണ്ടി നിയമിച്ചു. ഇനി സ്റ്റാർട്ടഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ, രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും കൂട്ടിച്ചേർത്തിട്ട് ഒരു സെൻട്രലായി, രാജാവാണ് മെയിൻ, രാജാവിൻ്റെ കീഴിൽ എല്ലാവരും, ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ അഥവാ കേന്ദ്രീകൃത ഭരണം ആരംഭിച്ചു. എന്താണ് മലയാളം? കേന്ദ്രീകൃത ഭരണം ആരംഭിച്ചു. ഇനി നെക്സ്റ്റ് നോക്കൂ, സീക്രട്ട് ഡിപ്പാർട്ട്മെന്റ്, രഹസ്യ വിഭാഗം ഉണ്ടായിരുന്നു. രാജാവിന് അവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് രാജാവിന് രഹസ്യമായിട്ട് എത്തിച്ചു കൊടുക്കാൻ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ആ രഹസ്യ വിഭാഗത്തിന്റെ പേരാണ് മിസൈ ഡൊമിനിസി. ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് സ്പെല്ലിംഗ് തെറ്റാതെ എഴുതണം, മലയാളം മീഡിയം. ഓക്കെ, മിസൈ ഡൊമിനിസി. എന്താണ് അതിന്റെ പേര്? മിസൈ ഡൊമിനിസി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രഹസ്യ വിഭാഗത്തിന്റെ പേരാണ് മിസൈ ഡൊമിനിസി. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ, ആ രഹസ്യ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിരുന്ന പേരാണെന്ത്? മിസൈ ഡൊമിനിസി. ഇനി അടുത്ത എന്താണ്? സ്റ്റാർട്ടഡ് റിലീഫ് ഫണ്ട്സ് ഫോർ പുവേഴ്സ്. പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ദുരിതാശ്വാസ നിധി ആരംഭിച്ചിരുന്നു. പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ദുരിതാശ്വാസ നിധി ആരംഭിച്ചിരുന്നു. സ്റ്റാർട്ടഡ് റിലീഫ് ഫണ്ട്സ് ഫോർ പുവേഴ്സ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത് നോക്കൂ, ലാസ്റ്റ് വൺ, എഡ്യൂക്കേഷണൽ സിസ്റ്റം സ്റ്റാർട്ടഡ് ദ ചേഞ്ചസ് നോൺ ആസ് കരോലിഞ്ചിയൻ റിനൈസൻസ്. അദ്ദേഹം അവിടെ നല്ലൊരു വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നു. അന്നത്തെ കാലത്താണ് കേട്ടോ, കുറേ വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് മുന്നെയാണ്. നല്ലൊരു വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നു അദ്ദേഹം. കൊണ്ടുവന്നത് മാത്രമല്ല, അതിലൊരുപാട് മാറ്റങ്ങൾ ആ നാട്ടിൽ കൊണ്ടുവരികയും അങ്ങനെ ഉണ്ടായ ആ മാറ്റത്തെ വിളിക്കുന്ന പേരാണ് കരോലിഞ്ചിയൻ റിനൈസൻസ് അല്ലെങ്കിൽ കരോലിഞ്ചിയൻ നവോത്ഥാനം. മനസ്സിലാവുണ്ടല്ലോ? അപ്പോൾ മലയാളം മീഡിയം ഇങ്ങനെ എഴുതേണ്ടത്, വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നു, നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് കരോലിഞ്ചിയൻ നവോത്ഥാനം അഥവാ കരോലിഞ്ചിയൻ റിനൈസൻസ്. ഇതാണ് ഷാലമീൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ. ചോദിക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുന്നില്ല, വീണ്ടും വീണ്ടും വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണാനുള്ള ശ്രമം നടത്തുക. ഈ പോയിന്റുകൾ കൃത്യമായിട്ട് എഴുതിയെടുക്കാൻ ശ്രമിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇതാണ് എന്ത്? അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഓഫ് ഷാലമീൻ. പക്ഷേ ഷാലമീൻ്റെ ഭരണത്തിന് ശേഷം നമ്മൾ നേരത്തെ ജസ്റ്റീനിയൻ്റെ പറഞ്ഞതുപോലെ തന്നെ ശക്തരായ വേറെ ഭരണാധികാരികളൊന്നും ഈ വിശുദ്ധ റോമാ സാമ്രാജ്യത്തിൽ പിന്നീടുണ്ടായില്ല. മെല്ലെ 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 ഈ സാമ്രാജ്യം ക്ഷയിക്കാൻ തുടങ്ങുകയും അങ്ങനെ ഈ സാമ്രാജ്യം ഇല്ലാതാവുകയും ചെയ്തു. മനസ്സിലാവുണ്ടല്ലോ? ഇതാണ് ഇത് വിശുദ്ധ റോമാ സാമ്രാജ്യം. ഓക്കെ, അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പാഠത്തിൻ്റെ ആദ്യ ഭാഗം ചർച്ച ചെയ്തു കഴിഞ്ഞു. നമ്മുടെ ലോകത്തിലെ പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത് നമ്മൾ പറഞ്ഞു. അതിൽ ഈസ്റ്റേൺ റോമൻ എംപയറും വെസ്റ്റേൺ റോമൻ എംപയറും പറഞ്ഞു. അതിൽ ആ രാജ്യത്തെ എന്താണ് രണ്ടായിട്ട് മുറിക്കാനുണ്ടായ സാഹചര്യം പറഞ്ഞു. അതിനുശേഷം പൗരസ്ത്യ റോമാ സാമ്രാജ്യം അഥവാ ഈസ്റ്റേൺ റോമൻ എംപയർ, അതിലെ രാജാവ് ജസ്റ്റീനിയൻ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവനയായിട്ടുള്ള കോർപ്പസ് ജൂറിസ് സിവിൽസ്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ഹോളി റോമൻ എംപയർ അഥവാ നമ്മുടെ വിശുദ്ധ റോമാ സാമ്രാജ്യം പറഞ്ഞു കഴിഞ്ഞു. അക്കൂട്ടത്തിൽ നമ്മൾ കരോലിഞ്ചിയൻ രാജവംശകനായ ഷാലമീനെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം പോപ്പ് ലിയോ മൂന്നാമനെ രക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക, നോട്ടിൽ കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ടെക്സ്റ്റ് ബുക്ക് 1, 2, 3 തവണ ക്ലാസ് കേട്ടതിന് ശേഷം വായിക്കാൻ ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.